വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ വില കൂടി നിൽക്കുകയാണ്. അപ്പോൾ കറിക്ക് ഉപയോഗിക്കാനൊക്കെ എങ്ങനെയാണ്? വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ടോ അതോ എന്തെങ്കിലും ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? നമ്മൾ കുറച്ചായിട്ട് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്ന റൈസ് ഓയിൽ പിന്നെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെ അതിനേക്കാളും വില കുറവാണ് റൈസ് ഓയിലിന് വെളിച്ചെണ്ണയേക്കാളും. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് വില ഉയർന്നു നിൽക്കുന്നത് പോലെ തന്നെയാണ് തേങ്ങയ്ക്കും. വില അങ്ങോട്ട് കുറയുന്നില്ല. അപ്പോൾ കറിക്കൊക്കെ എങ്ങനെയാണ്? തേങ്ങ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? തേങ്ങ ഉപയോഗിക്കൽ കുറവാണ്. ഒരു കറിക്കെങ്കിലും തേങ്ങ അരക്കും, മറ്റേ കറി തേങ്ങ അരക്കാണ്ടും അങ്ങനെയും വെക്കും. ഇതിന് വേണ്ടത് പിന്നെ ഓയിലിൽ വറുത്തെടുക്കുകയും പൊരിച്ചെടുക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയെല്ലാം ചെയ്യൽ. അധികം ആൾക്കാരും തേങ്ങ ഉപയോഗിക്കുന്നില്ല. തേങ്ങയ്ക്ക് വില കൂടുതലായതുകൊണ്ട് അളവ് കുറയ്ക്കുമ്പോൾ രുചിക്ക് വ്യത്യാസമൊന്നും വരില്ല. ഒരു കറി നല്ല ടേസ്റ്റിലാക്കിയാൽ പിന്നെ എങ്ങനെ രുചിക്ക് കയറി വരുക? ഇല്ലല്ലോ. കുറച്ച് നാളായിട്ട് വെളിച്ചെണ്ണയ്ക്ക് വില കൂടി നിൽക്കും. ഇപ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 450 രൂപ വരെയുണ്ട്. അപ്പോൾ കച്ചവടത്തിൽ അത് എങ്ങനെയാണ്? അത്യാവശ്യം ഫസ്റ്റ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ടെങ്കിൽ 450 മേലെ കൊടുക്കണം. അപ്പോൾ കസ്റ്റമർ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അതിൻ്റെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഈ പൊരികൾ അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ ഇപ്പോൾ വീട്ടിൽ നിത്യോപയോഗ സാധനമാണല്ലോ ഈ വെളിച്ചെണ്ണ. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗത്തിന് സൺഫ്ലവർ ഓയിലിനാണ് ചൂസ് ചെയ്യുന്നത് കസ്റ്റമർ കൂടുതലായിട്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ആണല്ലോ ആരോഗ്യപരമായിട്ട് നല്ലത്. അപ്പോൾ പൊതുവേ സൺഫ്ലവർ ഓയിലിന് സെയിൽ കൂടിയിട്ടുണ്ട്. കച്ചവടക്കാരൊക്കെ ചൂസ് ചെയ്യുന്നത് പാം ഓയിലാണ്. അത് സൺഫ്ലവർ ഓയിലിനെക്കാളും കുറച്ചും കൂടെ ഒരു പ്രൈസിൽ വ്യത്യാസം. നമ്മളെ വരുമാനത്തിനനുസരിച്ച് നോക്കുമ്പോൾ എന്തായാലും ഇപ്പോൾ വെളിച്ചെണ്ണ വാങ്ങിയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പപ്പടം കാച്ചുന്നത്, മീൻ പൊരിക്കുന്നത് എല്ലാം ഞങ്ങളുടെ വീട്ടിൽ വരെ ഓയിലാക്കി മാറ്റി. വെളിച്ചെണ്ണേൻ്റെ അത്ര സ്വാദില്ലെങ്കിലും ആള് ചിലവ് കണക്ക് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓയിലിലേക്ക് പോയിട്ടുണ്ട്. ഓയിലിന് സെയിൽ കൂട്ടി വെളിച്ചെണ്ണ സെയിൽ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കൂടുതൽ പോകുന്നത്. വെളിച്ചെണ്ണ വളരെ കുറവ്. പാം ഓയിലാകുമ്പോൾ 120 രൂപ വരുള്ളൂ. മറ്റൊരു 130-140 രൂപേൻ്റെ മാറ്റേ വരുള്ളൂ. സൺഫ്ലവർ ഓയിലുമ്പോൾ കുറച്ചുകൂടെ കളറൊക്കെ ഉണ്ടാവും, വെളിച്ചെണ്ണേൻ്റെ കളറുണ്ടാവും. 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങുന്നതുകൊണ്ട് 3 ലിറ്റർ ഓയിൽ വാങ്ങും. വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യുന്ന ആഹാരത്തിന് പ്രത്യേക രുചിയൊക്കെ തന്നെയാണ്. പക്ഷേ അതുമാത്രമല്ല ഇപ്പോൾ ആളുകൾ നോക്കുന്നത്, ബജറ്റ് കൂടെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പല എണ്ണകളിലേക്കും ആളുകൾ മാറിയിട്ടുമുണ്ട്. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.